മനോഹരമായ വർണ്ണച്ചിറകുകളുമായി പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ, രണ്ട് കൈയിലും ചിത്രങ്ങളും പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണെന്ന് കവി പറയുന്നു. ഭൂമിയിൽ നിറക്കൂട്ടുകളും ചിത്രരചനകളും വികസിക്കാത്ത കാലത്ത് മനുഷ്യരെ ചിത്രങ്ങൾ കൊണ്ടു നടന്ന് കാണിച്ചവരായിരുന്നു അവർ. പുഴുവിൽ നിന്നാണ് പൂമ്പാറ്റകൾ ഉണ്ടാകുന്നത്. നാളുകൾ പുഴുവായി കഴിഞ്ഞതിന് ശേഷം വർണ്ണമനോഹരമായ ചിറകുകൾ ലഭിക്കുന്നതോടെ അത് ചിത്രശലഭമായി മാറുന്നു. എങ്ങനെയാണ് ഒരു പുഴു ചിത്രശലഭമായി മാറുന്നത്? പുഴുവിന് ചിത്രശലഭമാകണമെങ്കിൽ രൂപാന്തരീകരണം സംഭവിക്കണം. പുഴു ആദ്യം വിശ്രമത്തിലാകുന്നു. അങ്ങനെ പുഴു ഒരു പ്യൂപ്പൽ ഘട്ടത്തിൽ എത്തുന്നു. ഇതിൽ ലാർവയായ പുഴു സ്വയം ഒരു സംരക്ഷണ ആവരണത്തിനുള്ളിൽ അടയിരിക്കും. അങ്ങനെ കൊക്കൂണിനുള്ളിൽ അടയിരിക്കുന്ന പുഴുവിൻ്റെ ലാർവ സ്വഭാവം തീർത്തും ഇല്ലാതാകുകയും അത് ചിത്രശലഭമായി മാറുകയും ചെയ്യുന്നു. മനുഷ്യനും ഇതുപോലെയാണ്. മനുഷ്യൻ എന്നാൽ അസുരനും ദേവനും ഉൾച്ചേർന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവൻ ആഗ്രഹിക്കുന്നത് പോലെയാകാൻ കഴിയും. പുഴുവാകണോ ചിത്രശലഭമാകണോ അതവൻ തന്നെ തീരുമാനിക്കണം. രൂപാന്തരീകരണത്തിലൂടെ കൊക്കൂൺ അവസ്ഥയിലൂടെ കടന്നുപോയി ചിലർ നല്ല മനുഷ്യരാകുന്നു, മറ്റു ചിലർ അസുരന്മാരായി തുടരുന്നു. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങളെ പോലെയാണ് നിഷ്കളങ്കരായി പാറി നടക്കുന്ന ബാല്യങ്ങൾ. ഈ നിഷ്കളങ്ക ബാല്യങ്ങൾ തന്നെയാണ് വളർന്നു വരുമ്പോൾ ദേവന്മാരും അസുരന്മാരുമായി മാറുന്നത്. മാറുകയല്ല, നാം മാറ്റുകയാണ്. നമ്മുടെ മക്കളെ ദേവന്മാരാക്കണോ അസുരന്മാരാക്കണോ നമുക്ക് തീരുമാനിക്കാം. നന്ദി.